നമസ്കാരം. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഞാൻ നാസർ പേപ്പൂർ. നമ്മുടെ MP ആരാവണം എന്ന വിഷയത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് ഈ അടുത്ത കാലത്ത്, അതായത് കഴിഞ്ഞ നവംബർ മുതൽ യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച നഗരം, പണ്ട് സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരം എന്നറിയപ്പെട്ടിരുന്ന നഗരം, എൻ്റെ സ്വന്തം മണ്ഡലമായ കോഴിക്കോടിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ കേട്ടറിഞ്ഞ കാര്യങ്ങളല്ല, കണ്ടറിഞ്ഞ, നേരിട്ടനുഭവിച്ചറിഞ്ഞ, കണ്ട് ബോധ്യപ്പെട്ട ചില കാര്യങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയാണ് ഈ ഒരു വിലയിരുത്തൽ. ഇതിലൊട്ടും രാഷ്ട്രീയ ചായ്വ് ഉണ്ടാകരുതെന്ന നിർബന്ധ ബുദ്ധിയും എനിക്കുണ്ട്. കോഴിക്കോട് സാമൂതിരിയുടെ നാടാണ്. പണ്ട് മുതലേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമെല്ലാം ഏകോദര സഹോദരന്മാരെ പോലെ ജീവിച്ച നാട്. തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പറയുമ്പോൾ ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് സൗത്ത്, കോഴിക്കോട് നോർത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി എന്നിങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കോഴിക്കോട് ലോക്സഭാ മണ്ഡലം. ലോക്സഭയിലേക്ക് UDF-നെയും നിയമസഭയിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ തന്നെ LDF-നെയും തെരഞ്ഞെടുത്ത് അയക്കുന്നതാണ് ഇവിടെയുള്ള ഒരു പൊതുവെയുള്ള ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. പക്ഷേ പണ്ടങ്ങനെ ആയിരുന്നില്ല. ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് 1952 അത് നടക്കുന്നത്. അന്ന് കേരളത്തിൻ്റെ ഭാഗമല്ല കോഴിക്കോട്, മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. അന്ന് ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിരുദ്ധ സഖ്യമായ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടിയുടെ നേതാവായി മത്സരിച്ച അച്യുത ദാമോദരൻ മേനോൻ ആണ് വിജയിച്ചത്. അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടി ഇവിടെ വളരെ ശക്തമായിരുന്നു. KP മുഹമ്മദിനെ പോലെയുള്ള, അരങ്ങിൽ ശ്രീധരനെ പോലെയുള്ള, PR കുറുപ്പിനെ പോലെയുള്ള, CK നാണുവിനെ പോലെയുള്ള ശക്തരായ സോഷ്യലിസ്റ്റ് നേതാക്കളും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നീട് RM മനക്കലാത്ത് കൂടി കോഴിക്കോട് വന്ന് താമസം തുടങ്ങിയതോടെ സോഷ്യലിസ്റ്റ് പാർട്ടി കോഴിക്കോട് ശക്തമായി. അന്ന് അത് വലിയ പ്രതീക്ഷയുണ്ടാക്കിയൊരു പാർട്ടിയായിരുന്നു. പതിയെ പതിയെ ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു. തമ്മിൽ തല്ലിയും പിളർന്നും സോഷ്യലിസ്റ്റ് പാർട്ടി സ്വയം നിറം കെടുത്തി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ പുതിയ തലമുറയിലേക്ക് രാം മനോഹർ ലോഹ്യയുടെ മഹത്തായ സന്ദേശങ്ങൾ എത്തിക്കുവാൻ പഴയ തലമുറയ്ക്ക് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ആ പാർട്ടി ഇപ്പോൾ കോഴിക്കോട്, വടകരയിലും അതിന് തൊട്ടടുത്ത ചില പ്രദേശങ്ങളിലും മാത്രം അനുയായികളുള്ള പാർട്ടിയായി മാറിപ്പോയത്. അതുമാത്രമല്ല, സോഷ്യലിസ്റ്റ് പാർട്ടി തന്നെ പലതായി പിരിഞ്ഞു. പലരും പല വഴിക്ക് പോയി. പിന്നെ 1962 ഇവിടെ ശക്തമായൊരു പോരാട്ടം നടക്കുന്നത്. അന്ന് മുസ്ലിം ലീഗിൻ്റെ കരുത്തനായ യുവ നേതാവ് CH മുഹമ്മദ് കോയയാണ് ഇവിടെ മത്സരത്തിലെത്തുന്നത്. അദ്ദേഹം വമ്പിച്ച വിജയം കരസ്ഥമാക്കുകയും ചെയ്തു. 1967 മുസ്ലിം ലീഗിൻ്റെ തന്നെ ഇബ്രാഹിം സുലൈമാൻ സേട്ടുവും 77 VA സെയ്ദ് മുഹമ്മദും ഒക്കെ ഇവിടെ നിന്ന് വിജയിച്ച് പാർലമെൻറ്റിൽ എത്തിയവരാണ്. രണ്ടുപേരും പക്ഷേ കോഴിക്കോട്ട് നിന്ന് ജയിച്ചു എന്നല്ലാതെ കോഴിക്കോട്ടിന് വേണ്ടി കാര്യമായിട്ടൊന്നും ചെയ്യാത്ത MP-മാരായിരുന്നു. സുലൈമാൻ സേട്ടു തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം കോട്ടുമിട്ട് മണ്ഡലത്തിൽ എത്തുന്ന നേതാവായിരുന്നു. ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ മണ്ഡലത്തിൽ മൂപ്പരെ തിരിയിട്ട് നോക്കിയാൽ കാണില്ല. പിന്നെ കാണണമെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരണം. അദ്ദേഹം പിന്നീട് മഞ്ചേരിയിലേക്ക് മാറിയപ്പോഴും മണ്ഡലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയതായി അറിവില്ല. ഇത് കോഴിക്കോട്ടുകാരെ മാറി ചിന്തിപ്പിക്കാൻ ഇടയാക്കി. 1980 പൊന്നാനിയിൽ നിന്നും EK ഇമ്പിച്ച് ബാവ കോഴിക്കോട് സ്ഥാനാർത്ഥിയായി എത്തുന്നത്. അതൊരു അട്ടിമറി വിജയം ആണ് അദ്ദേഹം അന്ന് കരസ്ഥമാക്കിയത്. അന്ന് മുതൽ ഇടതുപക്ഷത്തിന് ഇവിടെ ശക്തമായ വേരോട്ടം തുടങ്ങി. പക്ഷേ 84 നടന്ന ശക്തമായ പോരാട്ടത്തിൽ KG അടിയോടിയാണ് ഇവിടെ വിജയിക്കുന്നത്. പിന്നെയാണ് ലീഡർ K കരുണാകരൻ്റെ മകൻ K മുരളീധരനെ ഇവിടെ കെട്ടി ഇറക്കുന്നത്. അതുവരെ രാഷ്ട്രീയത്തിൽ ഇല്ലാതിരുന്ന മുരളി കോഴിക്കോട്ടുകാർക്ക് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിരുന്നു. കരുണാകരനുണ്ടായ മൂത്രശങ്കയിൽ നിന്നും ആൻ്റണി ജന്മം നൽകിയ സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ പറയാം. INTUC-യുടെ യൂത്ത് വിംഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിരുന്ന MP പത്മനാഭൻ അന്ന് കോഴിക്കോട്ട് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു.
പക്ഷേ വന്നത് പത്മനാഭനല്ല, മുരളിയാണ്. ആരാണ് ഈ മുരളി എന്ന് ചോദിക്കുമ്പോൾ കരുണാകരൻ്റെ മകൻ എന്നല്ലാതെ മറ്റൊരു മറുപടിയും പറയാൻ കോൺഗ്രസ്സുകാർക്കുണ്ടായിരുന്നില്ല. കോൺഗ്രസ്സുകാർക്കിടയിൽ തന്നെ മുരളിയെ ആദ്യമായിട്ട് കാണുകയാണ്. കാരണം അദ്ദേഹം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊന്നും അധികം പ്രവർത്തിക്കാത്ത ഒരാളായിരുന്നു. പക്ഷെ വിചാരിച്ച പോലെ ആയിരുന്നില്ല. മുരളി വന്ന് പാട് തന്നെ വലിയ ഒരു ട്രെൻഡ് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇവിടെ ശക്തമായൊരു പോരാട്ടം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ആ ശക്തമായ പോരാട്ടത്തിൽ വമ്പിച്ച വിജയം നേടുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. പക്ഷേ ഇത് വാസ്തവത്തിൽ ഒരു പണാധിപത്യത്തിൻ്റെ വിജയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് മുരളിയുടെ ഫ്ലെക്സ് ബോർഡുകളും കട്ടൗട്ടുകളും കൊണ്ട് കോഴിക്കോട്ട് നിൽക്കക്കള്ളി ഇല്ലാത്ത വിധം ഒരു അവസ്ഥയായിരുന്നു. തെരഞ്ഞെടുപ്പിലേക്ക് പണം ഒഴുകി, എവിടെ നോക്കിയാലും മുരളി. പക്ഷേ വിജയിച്ച് വന്നപ്പോൾ വേണ്ട രീതിയിലുള്ള ഒരു ജനങ്ങൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു പ്രയോജനമൊന്നും മുരളിയിൽ നിന്ന് കിട്ടിയതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴൊക്കെ കോൺഗ്രസ്സുകാർ ചിലർ പറഞ്ഞു പരത്തുന്നുണ്ട് കോഴിക്കോട് എയർപോർട്ട് മുരളിയുടെ സംഭാവനയാണെന്നൊക്കെ. കോൺഗ്രസ്സുകാർ ചിലർ പറഞ്ഞു നടക്കുന്നതല്ലാതെ വസ്തുതാപരമായി അതിന് ഒരടിസ്ഥാനവുമില്ല. 1988 കോഴിക്കോട് എയർപോർട്ട് വരുന്നത്. അതിൻ്റെ പ്ലാനൊക്കെ അതിന് മുമ്പ്, വളരെ മുമ്പ് തന്നെ പാസ്സായതാണ്. അന്ന് മുരളി രാഷ്ട്രീയത്തിലേയില്ല. കോഴിക്കോട്ടുകാർക്ക് ഇന്ദിരാഗാന്ധിയുടെ സംഭാവനയാണ് കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയാം. അതിൽ കരുണാകരൻ്റെയും CH മുഹമ്മദ് കോയയുടെയൊക്കെ പങ്ക് നിസ്തുലമാണ്, എടുത്തു പറയേണ്ടതുമാണ്. അതുപോലെ തന്നെ എനിക്കറിയാവുന്നതാണ്, ബേപ്പൂരിൻ്റെ വികസനത്തിന് വേണ്ടി പലതും ചെയ്യാമെന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് വാഗ്ദാനം നൽകിയ മുരളി ജയിച്ചതിന് ശേഷം അതിനായി ഒരു ചുവട് പോലും വച്ചതായി എനിക്കറിവില്ല. അന്നും ഇന്നും പൊതുവെ വിജയിച്ചു വന്നാൽ പ്രസംഗിച്ച് നടക്കുക എന്നല്ലാതെ സ്വന്തക്കാർക്ക് ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ പൊതുജനങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നും കിട്ടാത്ത ഒരു MP ആണ് കെ മുരളീധരൻ. അതുകൊണ്ട് തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ 1996 ജനതാദളിലെ MP വീരേന്ദ്രകുമാർ ഈ മണ്ഡലം പിടിച്ചെടുത്തു. കിട്ടിയതിനേക്കാൾ വലുത് മാളത്തിൽ എന്ന് പറഞ്ഞ പോലെ വീരേന്ദ്രകുമാർ തീർത്തും സാധാരണക്കാർക്ക് അപ്രാപ്യനായ ഒരു നേതാവായിരുന്നു. അദ്ദേഹം നല്ല പ്രസംഗകനായിരുന്നു, നല്ല വായനക്കാരനായിരുന്നു, നല്ല എഴുത്തുകാരനായിരുന്നു, നല്ല ഒരു ബുദ്ധിജീവിയായിരുന്നു, കറകളഞ്ഞ ഒരു സോഷ്യലിസ്റ്റുമായിരുന്നു. ഒക്കെ ശരിയാണ്. പക്ഷെ സാധാരണ ജനങ്ങൾക്ക് തീർത്തും അപ്രാപ്യനായ ഒരു MP ആയിരുന്നു വീരേന്ദ്രകുമാർ. സാധാരണക്കാരോട് അധികം അടുത്തിടപഴകാത്ത, അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാത്ത നേതാവ്. അത് മുരളിക്ക് പ്രയോജനപ്പെട്ടു. ഒരിക്കൽ കൂടി മുരളി കോഴിക്കോട്ട് നിന്ന് വിജയിച്ചു. അപ്പോഴും നാട്ടുകാർക്ക് വലിയ പ്രയോജനമൊന്നും കിട്ടിയതായിട്ട് എനിക്ക് അറിവില്ല. അത് നിഷ്പക്ഷനായ കോഴിക്കോട്ടെ ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോഴിക്കോട്ട് ഇനി ഒരു തവണ കൂടി മുരളി നിന്നാൽ ഒട്ടും ജയസാധ്യതയില്ല എന്ന് ഞാൻ പറയും. അതിപ്പോൾ വടകരയിലും അങ്ങനെ തന്നെയാണ്. മുരളിക്ക് അവിടെ ഒരു ജയസാധ്യത ഉണ്ടായിരുന്നില്ല. അതെനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ്. ഇത്തവണ ശൈലജ ടീച്ചറെ നേരിടാൻ മുരളിയാണ് എത്തിയിരുന്നെങ്കിൽ ടീച്ചർക്ക് നിഷ്പ്രയാസമായ ഒരു വിജയം അവിടെ ഉണ്ടാകുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് പിന്നീട് വന്നത്. പയ്യന്നൂരിൽ നിന്നും വന്ന നമ്മുടെ MK രാഘവൻ. കോഴിക്കോടിനെ വന്നു കണ്ടു കീഴടക്കിയെന്ന് പറഞ്ഞ പോലെ അദ്ദേഹം കോഴിക്കോട്ടുകാരുടെ മനസ്സിലേക്ക് പറന്നിറങ്ങുകയായിരുന്നു. 2009 അദ്ദേഹം ആദ്യം കോഴിക്കോട്ടെത്തുന്നത്. പിന്നെ കോഴിക്കോട് MK രാഘവൻ്റെ ആയി മാറി. കോഴിക്കോട്ടുകാർക്ക് അദ്ദേഹം രാഘവനല്ല, രാഘവേട്ടനാണ്. ഒരു MP എന്തായിരിക്കണം, എന്താകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതാണ് MK രാഘവൻ. ഇപ്പോഴും പറയാൻ തക്ക ജനവിരുദ്ധ വികാരമൊന്നും രാഘവനെതിരെ അവിടെ ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. കോഴിക്കോട്ടുകാർക്കിടയിൽ എപ്പോഴും അദ്ദേഹമുണ്ട്. മരണ വീട്ടിലും ഏതൊരു കല്യാണ വീട്ടിലും ഏതൊരു ആഘോഷവേളയിലും എല്ലാം അവർക്കിടയിൽ ഓടിയെത്തുന്ന
അവർക്കതുപോലെ തന്നെ എന്തൊരു പ്രശ്നമുണ്ടെങ്കിലും അവരുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന കോഴിക്കോട്ടുകാരുടെ സ്വന്തം എം പി ആണ് രാഘവേട്ടൻ. മുരളിയെ പോലെയല്ല, സുലൈമാൻ സെട്ടുവിനെ പോലെയല്ല, വീരേന്ദ്രകുമാറിനെ പോലെയല്ല, പണ്ടത്തെ EK ഇമ്പിച്ചിബാവയെ പോലെയാണ്. കോഴിക്കോട്ടെ ഓരോ വോട്ടർക്കും അദ്ദേഹം പ്രാപ്യനാണ്, എതിർ പാർട്ടിക്കാർക്ക് പോലും പ്രിയപ്പെട്ടവരുമാണ്. അത് കോൺഗ്രസ് നേതാവ് എന്ന നിലയിലല്ല, മറിച്ച് അവരുടെ സ്വന്തം MP എന്ന നിലയിലാണ്. അടുത്ത ഒരു ബന്ധുവിനെ പോലെയാണ് കോഴിക്കോട്ടെ ഏതൊരാളോടും രാഘവൻ്റെ പെരുമാറ്റം. അത് സ്വന്തം പാർട്ടിക്കാരോട് ആകണമെന്നില്ല, എല്ലാവരോടും പുഞ്ചിരിക്കുന്ന, എല്ലാവരെയും സഹായിക്കാൻ സന്മനസ് കാണിക്കുന്ന MP. ഇവിടേക്കാണ് ഇടതുപക്ഷം ഇത്തവണ എളമരം കരീമിനെ ഇറക്കിയിരിക്കുന്നത്. രാഘവനെ എല്ലാവരും രാഘവേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം എളമരം കരീമിനെ കരീമിക്ക എന്നൊക്കെ ഉള്ള പേരിട്ടാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നതെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഒട്ടും എളുപ്പമല്ല അദ്ദേഹത്തിന് ഈ ടാസ്ക്. കാരണം രാഘവേട്ടനെ പോലെ കോഴിക്കോട്ടുകാരുടെ ഒരേട്ടനായി അല്ലെങ്കിൽ ഒരിക്കയായി മാറാൻ എളമരം കരീമിന് ഇതുവരെ കഴിഞ്ഞതായി എനിക്കറിവില്ല. എളമരം കരീമിനെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ശക്തനായ ട്രേഡ് യൂണിയൻ നേതാവാണ്, നിലവിൽ രാജ്യസഭാംഗമാണ്, കോഴിക്കോട്ട് നല്ല സ്വാധീനമുള്ളൊരു നേതാവാണ്, കോഴിക്കോട്ടുകാരെ അറിയുന്ന നേതാവാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ വളരെ ധാർഷ്ട്യക്കാരനായ ഒരു പാർട്ടിക്കാരനാണ് അദ്ദേഹം. മാത്രമല്ല, കേരളത്തിലെ വ്യവസായ മന്ത്രി ആയിരിക്കുമ്പോൾ അഴിമതിക്കാരനായ മന്ത്രി എന്ന് കോഴിക്കോട്ടെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ രഹസ്യമായി പഴി പറയുന്ന നേതാവുമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ എന്ത് കാര്യം നടക്കണമെങ്കിലും കൈക്കൂലി എന്നതായിരുന്നു നിലപാട്. ഇത് ഞാൻ പലരും പറഞ്ഞ് കേട്ടതാണ്, പറഞ്ഞു കേൾക്കുകയല്ല. ഇതിലെനിക്ക് നേരിട്ടറിയുന്ന ഒരു കാര്യമുണ്ട്, അതിവിടെ പറയുന്നില്ല. പറയിപ്പിച്ചാൽ പറയുകയും ചെയ്യാം. അനുഭവ സാക്ഷികളെയും ഹാജരാക്കാൻ കഴിയും. മന്ത്രിയാകുന്നതിന് മുമ്പുള്ള കരീമായിരുന്നില്ല മന്ത്രിയായ ശേഷമുള്ള എളമരം കരീം. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഗ്രാഫ് പെട്ടെന്ന് അങ്ങോട്ട് ഉയർന്നു. അത് എളമരത്തെ എല്ലാവർക്കും അറിയാം. ജന്മനാടായ മലപ്പുറത്തെ എളമരം വിട്ട് അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് കോഴിക്കോട്ടാണ്. ജന്മനാടായ എളമരത്തെ ബന്ധുക്കൾക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് പറയാനില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു നാട്ടുകാരൻ എന്നോട് പറഞ്ഞത്. ശരിയാണോ എന്തോന്ന് അറിയില്ല, അതിലെത്രമാത്രം വാസ്തവമുണ്ടെന്ന് പറയാൻ പറ്റില്ല. എന്നാലും അദ്ദേഹം എളമരത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും വിജയിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു കേട്ടതിൽ അല്പം ഒരു ന്യായമുണ്ട് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഇങ്ങനെയുള്ളൊരു നേതാവാണ് എല്ലാവരോടും എപ്പോഴും പുച്ഛിരിക്കുന്ന, അഴിമതിയുടെ കറ പുരളാത്ത MK രാഘവൻ്റെ എതിരാളി. ഇതാണ് ഇവിടെ ഇടതുപക്ഷം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഒരിക്കലും ഒരു ചിരി മുഖത്ത് പറന്നു കാണാത്ത നേതാവാണ് എളമരം കരീം. കഴിവൊക്കെയുള്ള നേതാവാണ്, നല്ല സംഘടനാ പാഠവുമുള്ള നേതാവാണ്, അറിവുണ്ട്, കോഴിക്കോട്ടുകാർക്ക് വളരെ പരിചിതനായ നേതാവാണ്. പക്ഷേ മനസ്സ് തുറന്ന് ചിരിക്കാത്ത നേതാവാണ്. സ്മിതപൂർവ്വ ഭാഷി എന്നൊരു ചൊല്ല് സംസ്കൃതത്തിലുണ്ട്. എന്ത് സംസാരിക്കുന്നതിന് മുമ്പും ഒന്ന് പുഞ്ചിരിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു നേതാവിന് ആദ്യം വേണ്ട ഗുണം അതാണ്. ആരെ കണ്ടാലും പുഞ്ചിരിക്കുക. അതാണ് എളമരം കരീമിന് ഇല്ലാത്തതും. രാഘവേട്ടൻ ജനങ്ങളെ കൈകൊടുത്ത് കയ്യിലേക്ക് ആകർഷിക്കുമ്പോൾ അരിവാൾ ചുറ്റികയുമായി നിൽക്കുന്ന പോലെ ഗൗരവത്തോടെ ജനങ്ങളിൽ ഒട്ടൊക്കെ ഭീതി ഉണർത്തുന്ന നേതാവാണ് കരീം. അതൊരു പക്ഷേ പുറത്തുള്ള ഒരു ഭാവമായിരിക്കാം, അകത്തൊരു പക്ഷേ അദ്ദേഹം പഞ്ചഭാവമായിരിക്കുകയും ചെയ്യാം. എനിക്കറിയില്ല, അടുത്ത് പരിചയമില്ല. പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ച് പ്രചാരണത്തിൽ ഇടതുപക്ഷം ഏറെ മുന്നിലാണ്. MK രാഘവൻ പ്രചാരണത്തിൽ ഏറെ പിറകിലുമാണ്. പിന്നെ ഉള്ളത് BJPയുടെ MT രമേശാണ്. അദ്ദേഹം നല്ല നേതാവാണ്. നിലവിൽ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. കഴിഞ്ഞ തവണയും അദ്ദേഹം ഇവിടെ മത്സരിച്ചപ്പോൾ നല്ല പോരാട്ടമാണ് കാഴ്ചവെച്ചത്. കുറഞ്ഞ വോട്ടിംഗ് ശതമാനമൊന്നുമല്ല, 13% വോട്ട് അദ്ദേഹം നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തവണ പ്രചാരണത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ അവിടെ UDFും LDFും തമ്മിലല്ല വാസ്തവത്തിൽ മത്സരം. LDFും BJPയും തമ്മിലാണ് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള ഒരു പ്രചാരണ പരിപാടിയാണ് BJP അവിടെ നടത്തുന്നത്. എവിടെ നോക്കിയാലും MT രമേശിൻ്റെ പോസ്റ്ററുകളും കട്ടൗട്ടുകളും കാണാൻ കഴിയും. ചുമരെഴുത്തുകൾ കാണാം. ചിരിക്കാൻ അറിയുന്ന അദ്ദേഹം പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്ന പോസ്റ്ററുകളും കാണാം. നല്ലവണ്ണം ചിരിക്കാൻ അറിയുന്നൊരു നേതാവാണ് MT രമേശ്. കോഴിക്കോട്ടുകാരനാണ്. മാന്യമായി എല്ലാവരോടും വളരെ മാന്യമായിട്ട് പെരുമാറുന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ ശക്തമായൊരു പോരാട്ടം ഇവിടെ നടക്കുമെന്ന കാര്യം
ഉറപ്പാണ്. ശരിക്ക് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം നോക്കിയാൽ എളമരം കരീം പാട്ടും പാടി ജയിക്കും. കാരണം ബാലുശ്ശേരി, എലത്തൂർ, കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി, ഇതിൽ കൊടുവള്ളി ഒഴിച്ചുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷമാണ് വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിച്ചിട്ടുള്ളത്. കോഴിക്കോട് സൗത്തിലാണ് UDF പിന്നെ അല്പമെങ്കിലും പ്രതീക്ഷയുള്ളത്. അതും കഴിഞ്ഞ തവണ കൈവിട്ടു പോയതാണ്. ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷത്തിന് മൃഗീയമായ ഭൂരിപക്ഷമാണ് ഉള്ളത്. പക്ഷേ UDF പ്രതീക്ഷ MK രാഘവനിലാണ്. ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷയ്ക്ക് അല്പം മങ്ങലേൽപ്പിക്കുന്നതും എളമരം കരീമാണ്. ഇവിടെ കോഴിക്കോട്ടുകാർക്ക് സമ്മതനായ, കോഴിക്കോടിൻ്റെ പ്രശ്നങ്ങളിൽ എപ്പോഴും മുന്നിൽ നിൽക്കുന്ന, കോഴിക്കോടിൻ്റെ മനസ്സറിഞ്ഞ CPM പ്രദീപ് കുമാറിനെ തന്നെ വീണ്ടും മത്സരിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇടതുപക്ഷത്തിന് നല്ല വിജയസാധ്യത ഇവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെയല്ല, രാഹുൽ ഇഫക്റ്റ് ഒന്നും അത്രയ്ക്ക് അങ്ങ് ക്ലച്ച് പിടിച്ച് കാണുന്നില്ല. അതുകൊണ്ട് എളമരം കരീമിൻ്റെ സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സംഘടനാപരമായി പാർട്ടി പാപ്പരായൊരു കാലഘട്ടമാണിത്. ആസൂത്രിതമായൊരു സംഘടനാ പ്രവർത്തനവും അവിടെ നടക്കുന്നേയില്ല. ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിനെ കൊണ്ടല്ല, സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ട് രാഘവേട്ടൻ വിജയിച്ചു കൂടായികയില്ല. അങ്ങനെയെങ്കിൽ ഇത് കോൺഗ്രസിൻ്റെ അല്ല, കോഴിക്കോട്ടുകാരുടെ സ്വന്തം രാഘവേട്ടൻ്റെ ഒരു വിജയം തന്നെയാണ്. നിഷ്പക്ഷനായ ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ സ്ഥാനാർത്ഥിയെ നോക്കുമ്പോൾ എന്തുകൊണ്ടും വിജയിക്കേണ്ട നേതാവ് രാഘവൻ തന്നെയാണ്. പക്ഷേ വിധി മറ്റൊന്നായാൽ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഇടതുപക്ഷം എണ്ണയിട്ട യന്ത്രം പോലെയാണ്. ഒരേ മനസ്സോടെ, പക്ഷമില്ല, ഒരേ മനസ്സോടെയാണ് ഇടതുപക്ഷം അവിടെ പ്രവർത്തിക്കുന്നത്. കരീമിന് വേണ്ടി വമ്പിച്ച പ്രചാരണ പരിപാടികളാണ് അവിടെ നടക്കുന്നത്. അത് ഫലം കാണാൻ സാധ്യത ഏറെയുമാണ്. അതുമാത്രമല്ല, എൻ്റെ ഒരു കണക്കുകൂട്ടലനുസരിച്ച് BJP പ്രചാരണ രംഗത്ത് ഏറെ മുന്നിലാണ്. അതുകൊണ്ട് തന്നെ MT രമേശിന് കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം കൂടാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ അവസരത്തിൽ തന്നെ 13% വോട്ട് MT രമേശ് നേടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു എൻ്റെ അഭിപ്രായത്തിലൊരു എങ്ങനെയായാലും കൂട്ടിക്കിഴിച്ച് നോക്കുമ്പോൾ ഒരു 15% അതിൽ കൂടുതലാകാനോ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇങ്ങനെ കൂടുന്ന വോട്ട് ആരുടെ പെട്ടിയിൽ വീഴും എന്നതായിരിക്കും ഇവിടെ പ്രധാനമായും വിധി നിർണ്ണയിക്കുന്നത്. അത് മിക്കവാറും MK രാഘവൻ്റെ പെട്ടിയിൽ നിന്ന് തന്നെ ആകാനാണ് സാധ്യത. എന്നാലും കോഴിക്കോടിൻ്റെ മനസ്സിൽ MK രാഘവനുള്ള സ്ഥാനം വിധി നിർണായകം തന്നെയായിരിക്കും. കാരണം കോഴിക്കോട് തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും പോലെ ഉള്ള ഒരു നഗര കേന്ദ്രീകൃതമായിട്ടുള്ള മണ്ഡലമാണ്. ഇത്തരം മണ്ഡലങ്ങൾക്ക് പൊതുവെ ഒരു പ്രത്യേകതയുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ സ്വഭാവ ഗുണങ്ങളും കഴിവുകളും കൃത്യമായി അറിഞ്ഞ് പഠിച്ചു തന്നെയായിരിക്കും അവർ വോട്ട് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അത് MK രാഘവന് അനുകൂലമാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നു. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ്. ഞാൻ കണ്ടും കേട്ടും മനസ്സിലാക്കിയെടുത്ത അഭിപ്രായം. ഇത് കേൾക്കുന്ന നിങ്ങളും ഇതുപോലെ അഭിപ്രായമുള്ളവരായിരിക്കും. അത് മാനിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഇത് ഞങ്ങളുടെ അഭിപ്രായം മാത്രം പറയാനുള്ള ഒരു വേദിയല്ല, ഒരു ചാനലുമല്ല. നിങ്ങൾക്കും തുല്യ പ്രാധാന്യം ഈ വേദിയിലുണ്ട്, ഈ ചാനലിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം. കോഴിക്കോട് ആര് ജയിക്കും എന്ന നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അറിയിക്കാവുന്നതാണ്. എല്ലാ മണ്ഡലങ്ങളുടെയും വിജയികളെ ഏറ്റവും കൃത്യമായി പ്രവചിക്കുന്ന ഒരാൾക്ക് ദുബായ് ഗോൾഡ് സൂക്കിലും കരാമയിലും ഷാർജയിലുമെല്ലാം പ്രവർത്തിക്കുന്ന താജ്ബി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന 1 പവൻ സ്വർണം സമ്മാനമായി നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇനി മടിക്കണ്ട, ഇപ്പോൾ തന്നെ കോഴിക്കോട് ആര് ജയിക്കും എന്ന് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അറിയിച്ചോളൂ. അപ്പോൾ നാളെ വീണ്ടും മറ്റൊരു മണ്ഡലവുമായി കാണാം. അതുവരെ നന്ദി, നമസ്കാരം.